കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവവചനം നമ്മളെ അടുത്തൊരു നിലവാരത്തിലേക്ക് ഉയർത്തും. എനിക്ക് ഉറപ്പുണ്ട്. ദൈവം നമ്മളെ കാണുന്ന ആ സ്റ്റാൻഡേർഡിൽ നമ്മളെ ഒന്ന് കാണാൻ തുടങ്ങിയാൽ മതി. അതാണ് ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരാളെ ദൈവിക സ്റ്റാൻഡേർഡിലാണ് കാണുന്നത്. അതാണ് ഇന്നത്തെ ദൈവവചനം. ക്രൈസ്റ്റ് സ്റ്റാൻഡേർഡ് അവേഴ്സ് ടു. ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മുടെയും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ആഴ്ചവട്ടത്തിന് 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെയും എന്നെയും കാണുന്നത് തൻ്റെ അതേ സ്റ്റാൻഡേർഡിലാണ്. പിതാവാം ദൈവം നിങ്ങളെയും എന്നെയും കാണുന്നത് പുത്രൻ്റെ അതേ സ്റ്റാൻഡേർഡിലാണ്. ഈ ലോകത്ത് നമ്മെ ദൈവം വെച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കുവാനും, ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡിൽ സംസാരിക്കുവാനും, ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡിൽ പ്രവർത്തിക്കുവാനാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിന് പകരമാണ് എന്നെയും നിങ്ങളെയും ഭൂമിയിൽ, വീട്ടിൽ, ഓഫീസിൽ, ദേശത്ത് ഈ നാളിൽ വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 1-2 പേരോട് പറഞ്ഞാട്ടെ, ദൈവം നിങ്ങളെ കാണുന്നത് പോലെ തന്നെ നിങ്ങളെ കാണുക. ആമേൻ. നമ്മളെക്കുറിച്ച് നമ്മുടെ അഭിപ്രായം പലപ്പോഴും ചെറുതാണ്. നമ്മളെക്കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായം പലപ്പോഴും ചെറുതാണ്. എന്നാൽ നമുക്കൊരു പുതിയ ഐഡൻറ്റിറ്റി ക്രിസ്തുവിൽ നൽകി തന്നിരിക്കുകയാണ്. ഇന്നടത്ത് ഇന്നയാളുടെ മകൻ, അല്ലെങ്കിൽ ഇന്ന ജോലിക്കാരൻ എന്നൊക്കെ പേരിൽ താഴ്ചയുടെയും ഉയർച്ചയുടെയും ഒക്കെ പല ഐഡൻറ്റിറ്റികൾ ലോകത്ത് തന്നെങ്കിൽ, ഇതാ നിങ്ങൾക്കും എനിക്കും ക്രിസ്തുവിൽ ഒരു പുതിയ വ്യക്തിത്വം, ക്രിസ്തുവിൽ ഒരു പുതിയ തിരിച്ചറിയൽ രേഖ. കരമടിച്ച് പറഞ്ഞാട്ടെ, നിങ്ങൾക്കൊരു പുതിയ തിരിച്ചറിയൽ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു പുതിയ ആധാർ കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതേതാണെന്നറിയോ? ക്രൈസ്റ്റ് ഐഡൻറ്റിറ്റി. കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇന്നത്തെ സന്ദേശത്തിനൊരു തലക്കെട്ട് കൊടുത്താൽ അതിങ്ങനെയാണ്. സ്തോത്രം. ക്രിസ്തുവിൻ്റെ നിലവാരം എൻ്റെയും. എല്ലാവരും പറഞ്ഞാട്ട്
ഇവിടെ നമ്മൾ വായിച്ച ആ വേദഭാഗത്ത് കർത്താവ് ആ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഭയന്ന് പേടിച്ച് വിറച്ചിരുന്ന ശിഷ്യഗണങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുക. ഇന്നും എന്നെ കേൾക്കുന്ന പലരും ഭയന്നും പേടിച്ചും വിറച്ചും പലതിനെ ചൊല്ലി എന്തായിത്തീരുമെന്നൊക്കെ ഭാരപ്പെട്ടാ വന്നിരിക്കുന്നത്. പ്രൈസ്. ഇതിനൊരു വിടുതൽ കിട്ടുമോ എന്നും കൊണ്ട് അവരിയ്ക്കുമ്പോൾ ഇതാ കർത്താവ് അതിലൊക്കെ വലിയ കാര്യമാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. ബ്രദറെ, നീ ഇന്ന് വന്നത് മറ്റേ വിഷയത്തിന് എങ്ങനെ വിടുതലാവും, ഈ വിഷയത്തിന് എങ്ങനെ വിടുതലാവും, കഴിഞ്ഞ ആഴ്ചത്തെ ആ കാര്യം എന്താകും എന്നൊക്കെ കലങ്ങി ഇതാ പേടിച്ച് മുറിക്കകത്തിരിക്കുന്ന ആളോട് പറയണം, നോ, എൻ്റെ അതേ സ്റ്റാൻഡേർഡിൽ ഞാൻ നിന്നെ വിടുകാൻ പോകുകയാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്നവരുടെ മാത്രമല്ല, ടി വിയിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നിമിഷം നീ ദൈവത്തിൻ്റെ ആത്മാവിനാൽ തൻ്റെ സ്റ്റാൻഡേർഡിൽ ആയിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ പിതാവ് എന്നെ അയച്ച അതേ സ്റ്റാൻഡേർഡിൽ നിങ്ങളെ ആക്കിയിരിക്കുന്ന പറയുക മാത്രമല്ല, അവൻ അവരുടെ മേൽ ഊതി എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉള്ളിലിരിക്കുന്ന അതേ ആത്മാവിനെ നിങ്ങളുടെ മേൽ ഞാൻ പകരുകയാണ്. കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ ഏത് സ്റ്റാൻഡേർഡിൽ ജീവിക്കണം, നമ്മൾ ഏത് സ്റ്റാൻഡേർഡിൽ സംസാരിക്കണം, നമ്മൾ ആരെ പോലെ ആകണം എന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് കാണിച്ചെന്ന മോഡലാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാൻ എങ്ങനെ വർത്താനം പറയണം, യേശു വർത്താനം പറഞ്ഞ പോലെ. ഞാൻ എങ്ങനെ സ്നേഹിക്കണം, യേശു സ്നേഹിച്ചതുപോലെ. ഞാൻ എങ്ങനെ സഹിക്കണം, യേശു സഹിച്ചതുപോലെ. അപ്പം എൻ്റെ മോഡൽ എനിക്ക് പിൻപറ്റുവാൻ ദൈവം വെച്ച മാതൃക ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവ. എനിക്കെങ്ങനെ ആയാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഇന്നും താണ ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ നിലയിൽ എത്തിയാൽ കൊള്ളാമെന്നുണ്ട്. കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ, കർത്താവ് പറഞ്ഞ പോലെ പറയുവാൻ, കർത്താവ് സൗഖ്യമാക്കിയ പോലെ സൗഖ്യമാക്കുവാൻ നമുക്കെല്ലാം ഇഷ്ടമുണ്ട്. പക്ഷേ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് കഴിയാത്തതിനെ സാധിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്, പുത്രൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചത്. അതാണ് കർത്താവായ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ, നടത്തിപ്പുകാരനെ, അനദർ ഹെൽപ്പറെ ഞാൻ നിങ്ങൾക്ക് തരും. അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട്, സകല സത്യത്തിലും നടക്കാൻ നോക്കരുത്, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. പറഞ്ഞാട്ടെ, സകല സത്യത്തിലും അഥവാ ക്രിസ്തുവിൻ്റെ ആ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ നടക്കാൻ ശ്രമിക്കരുത്. നടക്കത്തിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ താഴെ വീഴും. എന്നാൽ സ്റ്റാൻഡേർഡ് ഇതാന്ന് മനസ്സിലാക്കിയിട്ട് കർത്താവിനോട് പറയണം, എൻ്റെ കയ്യേലൊന്ന് പിടിച്ചോണേ, അവിടെ നടക്കുവാൻ എന്നെ വിട്ടുതരുമെന്ന് പറഞ്ഞാൽ നീ ക്രിസ്തുവിന് പകരം ക്രിസ്തുവിനെ പോലെ ഒരു വ്യക്തിയാ. നിന്നെ കൈപിടിച്ച് നടത്തുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. കരങ്ങൾ തട്ടി വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ആ റെയിൽവേ ട്രാക്ക് ആണെങ്കിൽ അതെ, പരിശുദ്ധാത്മാവ് അതിലൂടെ നമ്മളെ കൊണ്ടുപോകുന്ന എഞ്ചിനാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നീ ആ ട്രാക്കിലൊന്ന് കയറി നിന്നാൽ മതി, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാൽ മതി, എന്നെ അതിൻ്റെ അങ്ങേ തലയ്ക്കൽ എത്തിക്കണമെന്ന് പറഞ്ഞാൽ നീ തന്നെ നിന്നെക്കുറിച്ച് അത്ഭുതപ്പെടുന്ന നിലയിൽ സ്വഭാവം മാറും, ശക്തി മാറും, സാഹചര്യങ്ങളെ കാണുന്ന നില മാറും. കരമടിച്ച് വായു തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. 1-2 പേർ പറഞ്ഞാട്ടെ, ക്രിസ്തു കണ്ടതുപോലെ നിന്റെ പ്രശ്നങ്ങളെ കാണുക. പറഞ്ഞാട്ടെ, ക്രിസ്തു ഒരു കാറ്റിനെ കണ്ടാൽ അയ്യോ അയ്യോ എന്ന് വെക്കത്തില്ല, പകരം ഭയപ്പെടേണ്ട എന്ന് അതിൽ ഭയപ്പെട്ടവരോടും പറയും. കൂടെ ഭയപ്പെട്ടവരോട് പൗലോസ് ശ്ലീഹ ക്രിസ്തുവിൽ പറയുകയാണ്, താനും ഭയപ്പെടേണ്ട സാഹചര്യത്തിൽ നിങ്ങളാരും പേടിക്കണ്ട. ഒരേ കാറ്റടിക്കുമ്പോൾ, ഒരേ തിരമാലയിലായിരിക്കുമ്പോൾ ഇതാ പൗലോസ് ശ്ലീഹ മറ്റുള്ളവരോട് പറയണം, നിങ്ങൾ ഭയപ്പെടേണ്ട. വ്യത്യാസം എന്താണെന്നറിയോ? മറ്റുള്ളവർ കാറ്റിലായിരുന്നു, പൗലോസ് ക്രിസ്തുവിലായിരുന്നു. 1-2 പേരോട് ചോദിച്ചേ, നിങ്ങൾ എവിടെയാണ്? കാറ്റിലാണോ ക്രിസ്തുവിലാണോ? വീണ്ടും ചോദിച്ചാട്ടെ, നിങ്ങൾ എവിടെയാണ്? തകരുന്ന കപ്പലിലാണോ ക്രിസ്തുവിലാണ്? കരം കൊടുത്ത് ചോദിച്ചാട്ടെ, നിങ്ങൾ എവിടെയാണ്? ഒരു അപകടത്തിലാണോ ക്രിസ്തുവിലാണോ? ക്രിസ്തുവിൽ ജീവിക്കാൻ തന്ന മഹത്തായ ജീവിതത്തിനായി കരങ്ങൾ തട്ടി വായു തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവേശുവിലുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവേശുവിലുള്ളവരാണ്. ഓ, കരമടിച്ച് വായു തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, നാം ക്രിസ്തുവേശുവിലാകുന്നു. നാം എവിടെയാണ്? ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. നമ്മൾ തകർന്ന വീട്ടിലല്ല, നമ്മളെ പ്രശ്നത്തിനകത്തല്ല, ഞാൻ പ്രതിസന്ധിക്കകത്തല്ല, ഞാൻ ക്രിസ്തുവിലത്രേ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ സ്റ്റാൻഡേർഡ്, ക്രിസ്തുവിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിയുടെ സ്റ്റാൻഡേർഡ് ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡാണ്. വാസ്തവത്തിൽ ഞാൻ മുമ്പ് നിങ്ങളെ ഓർപ്പിച്ചല്ലോ, കർത്താവ് തൻ്റെ അതേ തേജസ്സിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, തേജസ്കരണം. അതേ റോമർ 8:30 നമ്മൾ വായിക്കുന്നു, വിളിച്ചവരെ നീതീകരിച്ചും
നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചും വിശുദ്ധീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അതെ, തേജസ്കരണം നടന്നതായി നമ്മൾ ഒരു ഭാഗത്ത് വായിക്കുന്നു. എന്നാൽ അപ്പോൾ തന്നെ 2 കൊരിന്ത്യർ 3 വായിക്കുന്ന തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ തന്നെ 1 യോഹന്നാൻ 3:1 പറയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാമും അവനെ പോലെ തന്നെ അതേ തേജസ്സിലായി തീരും. അപ്പൊ തേജസ്കരണത്തിന്റെ ഒരു ഭാഗം നടന്നു കഴിഞ്ഞു. ക്രിസ്തുവിനെ നമ്മൾ വിളിച്ച നിമിഷം, യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന ഉടനെ ഒരു സൂര്യൻ, നീതി സൂര്യൻ നമ്മുടെ അകത്ത് പ്രകാശിച്ച് നിൽക്കുകയാണ്. കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇനി കർത്താവ് വരുന്ന നിമിഷം എന്ത് സംഭവിക്കും? ഈ വസ്ത്രം നമുക്ക് ഇടണ്ടാത്ത നിലയിൽ ആദാമിനുണ്ടായിരുന്നതിനേക്കാൾ അതിശ്രേഷ്ഠമായ തേജസ്, ആ തേജസ്സിലേക്ക് നാം മാറ്റപ്പെടും. പക്ഷെ ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്നാ വെച്ചാൽ നമ്മുടെ മനസ്സ് എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ അകത്ത് വന്ന തേജസ്സിനെ മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് നമ്മൾ വെറും മനുഷ്യരായി നമുക്ക് തോന്നുന്നു. നമ്മുടെ മനസ്സെപ്പോഴും എന്നോട് പറയുകയാണ്, നീ പഴയ വാഗത്താനത്തെ തോമാച്ചനല്ലേ എന്ന്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആൾക്കാരെ മനസ്സിനെ കുറച്ച് പാഠം പഠിപ്പിക്കാനുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ വിചാരം എപ്പോഴും പഴയ പരാജയപ്പെട്ട ആളാന്ന് പറഞ്ഞാട്ടെ, കൈ കൊടുത്ത് പറഞ്ഞാട്ടെ. നിങ്ങളുടെ മനസ്സിൻ്റെ വിചാരം രാവിലെ ഇറങ്ങുമ്പോൾ ഒരു പൂച്ച ചാടിയാൽ അന്നത്തെ വിഷയം പോയെന്നാണ്. സ്തോത്രം. കാരണം നിങ്ങളുടെ മനസ്സിന് ഇതുവരെ നിങ്ങൾ മാറിയത് പിടികിട്ടിയിട്ടില്ല. കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, നിങ്ങളുടെ മനസ്സിന് ഇതുവരെ നിങ്ങൾ ആരായെന്ന് പിടികിട്ടിയിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, പുതിയ നിയമ ശുശ്രൂഷ നൽകിയിരിക്കുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, ക്രിസ്തു ചിന്തിച്ച പോലെ ചിന്തിക്കാൻ, ക്രിസ്തു പറഞ്ഞ പോലെ പറയുവാൻ, ക്രിസ്തു വിഷയങ്ങളെ കണ്ടതുപോലെ കാണുവാൻ. കരങ്ങൾ തട്ടി കായ തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ക്രിസ്തുവിനെ ഏറ്റവും അധികം ഉപദ്രവിച്ചപ്പോൾ കർത്താവിന് അവരെക്കുറിച്ച് തോന്നിയ മനോഭാവം എന്താ? ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട്, മനുഷ്യർ ഉപദ്രവിക്കുമ്പോൾ നിനക്ക് വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടി, അവർക്ക് വേണ്ടിയാന്ന് പറഞ്ഞു. പ്രതിസന്ധി പ്രശ്നം കൂടുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവെ വിടുവിക്കണേ. കർത്താവ് അങ്ങനെ വിടുവിക്കണേ എന്ന് പ്രാർത്ഥിച്ചില്ല. കർത്താവെ അവർക്ക് ഒരു പ്രശ്നവും വരല്ലേ. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. 1-2 പേരോട് പറഞ്ഞാട്ടെ, നിന്റെ സ്റ്റാൻഡേർഡ് ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡ്. നീ കാര്യങ്ങളെ കാണുന്ന സ്റ്റാൻഡേർഡ് ക്രിസ്തു കാര്യങ്ങളെ കാണുന്ന സ്റ്റാൻഡേർഡ്. നിന്റെ ക്ഷമയുടെ സ്റ്റാൻഡേർഡ് കർത്താവിൻ്റെ ക്ഷമയുടെ സ്റ്റാൻഡേർഡ്. നിന്റെ സ്നേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ്. ക്രിസ്തുവിന് പകരം നമ്മളെ നിർത്തിയതിനായി കരങ്ങൾ തട്ടി വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ മിഷൻ മന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സുവിശേഷീകരണത്തിനായിട്ട് നമ്മൾ ഒന്നിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരു ശേഖരം നൽകുമ്പോൾ തന്നെ വാസ്തവത്തിൽ ഈ മിഷൻ മന്ത് വെച്ചിരിക്കുന്നത് എനിക്ക് നിങ്ങൾക്കും അനുഗ്രഹമാണ്. നമുക്കറിയാം, ബൈബിൾ മുഴുവൻ നോക്കുമ്പോൾ ഓരോ ഗിവിങ്ങും അടുത്തൊരു നിറഞ്ഞ കവിയലായിട്ടാണ് വന്നത്. പ്രതിസന്ധിയിലിരിക്കുന്നിടത്തും ആ വിധവ കൊടുത്തതുപോലെ, ആ ബാലകൻ 5 അപ്പത്തിൽ നിന്ന് കൊടുത്തതുപോലെ, ഈ TV പ്രോഗ്രാം കാണുന്ന എല്ലാവരും, നിങ്ങളെല്ലാവരും നമ്മൾ ചേർന്നാണ് നടത്തുന്നത്. കുഞ്ഞുങ്ങളടക്കം ഈ തവണത്തെ മിഷൻ മന്തിൽ കൊടുക്കാൻ പ്ലാൻ ചെയ്യണം. ഒരു തുക മനസ്സിൽ പ്രാർത്ഥിച്ച് കൊടുക്കണം. കർത്താവ് അതിനെ നിറഞ്ഞ് നമ്മുടെ കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ മടിയിൽ തന്നെ അമർത്തി കുലുക്കി കവിയുന്ന അളവ് തരും എന്ന് പറഞ്ഞ കർത്താവ് നിവർത്തിക്കും. മറക്കരുത്, ഏലപ്പാറയിലെ ക്രൂസൈഡ് നവംബർ 9, 10, 11 വൈകുന്നേരങ്ങളിലാണ്. പ്രാർത്ഥിക്കണം, വരണം. അതുപോലെ തന്നെ ഔറംഗാബാദിലെ ക്രൂസൈഡ് 19-ാം തീയതി വരെ നവംബറിൽ നടക്കുന്നു. പ്രാർത്ഥിക്കണം. ഈ മീറ്റിങ്ങുകളിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. മിഷൻ മന്തിൽ പങ്കാളികളാണ്. വീണ്ടും വചനത്തിലേക്ക് പോകാം. ക്രിസ്തുവിൻ്റെ നിലവാരം എൻ്റെയും വിളിച്ചു പറഞ്ഞാട്ടെ. കരങ്ങൾ തട്ടി വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു പുതിയ നിയമ വിശ്വാസി എന്ന കാലിടറി വീണാലും ഇവനെ ഒന്നിനും കൊള്ളത്തില്ല ഒരു ലീഡറും പറയരുത്. യേശുവിനെ സ്വീകരിച്ച നിമിഷം എല്ലാവരും രക്ഷിക്കപ്പെട്ടു. പക്ഷേ ആ സ്റ്റാൻഡേർഡിൽ അവർക്ക് നടക്കാൻ പറ്റാത്ത കൊണ്ട് ഒരു ലീഡർ ഭാരപ്പെടണ്ട. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരു അപ്പനും അമ്മയും കൂടെ കുഞ്ഞിനെ അങ്ങോട്ട് നടത്താൻ പഠിപ്പിക്കുന്നു. ആദ്യത്തെ അല്ലേ, 1 വയസ്സാകാരപ്പം അവൻ എന്ത് ചെയ്യാണ്? ഇങ്ങനെ നടക്കുന്ന, നിങ്ങൾ നടത്തിയിട്ടില്ലേ? സ്തോത്രം. അവൻ കാലിടറിയോടെ ഞാൻ പറയും, ഇവനൊന്നും ശരിയായിട്ട് ജനിച്ചതാണെന്ന് തോന്നുന്നില്ല എന്ന് നമ്മൾ പറയുമോ? നമ്മൾ എന്ത് ചെയ്യും? അപ്പനും അമ്മയ്ക്കും അറിയാം ഈ കുഞ്ഞിൻ്റെ അകത്ത് ശരിയായിട്ട് നടക്കാനുള്ള കഴിവുണ്ട്. ശിവന്റെ കാലിടറുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവനെ വീണ്ടും ഉത്സാഹിപ്പിക്കാം. മോനെ നടന്നേ. കൈകൊടുത്ത് പറഞ്ഞ്, ഞാൻ ഒരുവിധം നടക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ദയവായിട്ട് എന്നെ വിധിച്ച് ഇടിച്ച് താക്കരുത് പറഞ്ഞേ. സ്തോത്രം. എന്നെ ഒന്ന് ഉത്സാഹിപ്പിച്ചേ. കൈകൊടുത്ത് പറഞ്ഞ്, എന്നെ ഒന്ന് ഉത്സാഹിപ്പിച്ചേ.
ക്രിസ്തുവിനെ പോലെ ആകാനുള്ള സാധ്യത എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ക്രിസ്തുവിനെ പോലെ സംസാരിക്കാനുള്ള സാധ്യത എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ക്രിസ്തുവിനെ പോലെ സൗഖ്യമാക്കാനുള്ള സാധ്യത എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കാനുള്ള സാധ്യത എൻ്റെ അകത്ത് കിടപ്പുണ്ട്. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പൊ പിടികിട്ടിയോ? നമ്മുടെ അകത്ത് ഏതിരിപ്പുണ്ട്? ഈ സാധ്യത മുഴുവൻ ഇരിപ്പുണ്ട്. നമ്മൾ അതിനെ ഒന്ന് ആക്ട് ചെയ്യാൻ സമയം കൊടുത്താൽ എന്ത് ചെയ്യത്തുള്ളൂ? അയ്യോ, കൊച്ചിനെ ഒത്തും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കൊണ്ട് അവിടെ കിടത്തിയാലോ? നമ്മുടെ വിചാരം ഈ ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രതിസന്ധി എല്ലാം എൻ്റെ കർത്താവെ എന്നാ നീക്കുന്നത്. നീ അതിനകത്തോടെ ചൊവ്വയൊന്ന് നടന്നിങ്ങോട്ട് വന്നേ, കൈ കൊടുത്ത് പറഞ്ഞ ചൊവ്വയൊന്ന് നടന്നിങ്ങോട്ട് വന്നേ. അപ്പോഴാണ് നിനക്ക് പിടികിട്ടുന്ന നിന്റെ കാലുകൾക്ക് മസിലുണ്ടെന്ന്. അപ്പോഴാണ് നിനക്ക് പിടികിട്ടുന്ന പോരിന് നിന്റെ കൈകൾക്ക് ശക്തിയുണ്ട്. അപ്പോഴാണ് നിനക്ക് പിടികിട്ടുന്ന നീ അത്ഭുതത്തിന്റെ വ്യക്തിയാണ്. ഒരു പ്രതിസന്ധി നിന്നെ തകർക്കാനല്ല, ഒരു വിഷയവും നിന്നെ തൊടത്തില്ല. അവയെ മുഴുവൻ തരണം ചെയ്ത് നീ അക്കരെ ചെല്ലും. കരമടിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഒരു പാട്ട് പാടാം. പരിശോധനകളെ തരണം ചെയ്തക്കരെ പരിശുദ്ധനന്തികെ പരിചോട് ചേരും ഞാൻ. ആമേൻ. പരിശോധനകളെ തരണം ചെയ്തക്കരെ പരിശോധനകളെ തരണം ചെയ്തക്കരെ പരിശുദ്ധനന്തികെ പരിചോട് ചേരുക. പരിശുദ്ധനന്തികെ പരിചോട് ചേരുക. ശുദ്ധമാക്കാൻ രക്തത്താലെന്നെ, ശുദ്ധ രക്തത്താലെന്നെ, ശുദ്ധമാക്കാൻ രക്തത്താലെന്നെ, ശുദ്ധ രക്തത്താലെന്നെ, സിദ്ധനാക്കിടുക മാവിനാലെന്നെ, ശുദ്ധനാവിനാലെന്നെ. അടുത്തിരിക്കുന്ന ആള് പറ, നിങ്ങളെ കൊണ്ട് സാധിക്കും. പറഞ്ഞേ, നടന്നാട്ടെ പറഞ്ഞാട്ടെ. പണ്ട് വീണ കാര്യം ഓർത്തോണ്ടിരിക്കാതെ, പണ്ട് പറ്റിയ തെറ്റോർത്തോണ്ടിരിക്കാതെ, വിശ്വാസത്തിൽ വന്ന ശേഷം നിന്റെ കാലൊന്ന് ഇടറിയായിരുന്നു. കർത്താവിന്റെ വേല ചെയ്തപ്പോൾ ആദ്യം പ്രസംഗിച്ചത് ഒത്തില്ല. 1-2 പേരിന് നിനക്ക് തെറ്റുപറ്റി. ഇല്ല, കർത്താവ് നിന്നെ കൈവിടുന്നില്ല. കർത്താവിനെ അറിയാം, നിന്നെ കൊണ്ട് സാധിക്കും. നിന്റെ അകത്ത് ഇരിപ്പുണ്ട്, നിന്റെ അകത്ത് പുതുബലം ഇരിപ്പുണ്ട്. കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കും. ഞാൻ എല്ലാ ശുശ്രൂഷകരോടും, ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ ശുശ്രൂഷകരോടും ഒരു കാര്യം പറയാം. ദയവായി നിങ്ങളുടെ പ്രസംഗം കണ്ടംനേഷൻ ആകരുത്. എന്താകരുത്? പല പ്രസംഗകരും പറയുന്ന ശരിയായ കാര്യങ്ങളാ, കേൾക്കുന്ന വിശ്വാസിയുടെ സ്പിരിറ്റ് ഡൗൺ ആവും. പൗലോസ് പറയണം, ഞാൻ നിങ്ങളെ ഉത്സാഹിച്ചും പ്രബോധിപ്പിച്ചും പോരുന്നു. എങ്ങനെയാണ്? ഉത്സാഹിപ്പിച്ചും പ്രബോധിപ്പിച്ചും. അപ്പോൾ ഒരു ശുശ്രൂഷകന്റെ ജോലി എന്തുവാ? അതിന് പകരം കൊച്ചിനോട് നടക്കാൻ തുടങ്ങുന്നത്, കൊച്ചു കുറെ നാളായല്ലോ, നീ 1 വയസ്സായല്ലോ, എത്ര സ്റ്റെപ്പ് നടന്നു? ചില ചോദിക്കുന്ന എത്ര ആത്മാക്കളെ നേടി? അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഡിമ്മാ വരുന്നു. അതിന് പകരം എത്രയോ ആത്മാക്കൾ നമ്മുടെ ദേശത്ത് നശിക്കുന്നു. നിന്റെ ആ കൂട്ടുകാരൻ, നീ പോയി ഭക്ഷണം വാങ്ങുന്ന ആ റെസ്റ്റോറൻറ്റിലെ നിനക്ക് ഭക്ഷണം തരുന്ന വെയിറ്റർ, ഇന്ന് യേശു വന്നാൽ ആ വ്യക്തി നിന്റെ കൂടെ വരണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? ആ വ്യക്തിയും കൂടെ രക്ഷിക്കപ്പെടണ്ടേ എന്ന് പറയുമ്പോൾ നേടാൻ തോന്നും, അല്ലേ? തോന്നുകയല്ലേ? അടുത്തിരിക്കുന്ന ആളുകൾ ഉത്സാഹിപ്പിക്കാനാണ് നിങ്ങളെ വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് ആക്കിയത് യേശു ക്രിസ്തുവിൻ്റെ അതേ സ്റ്റാൻഡേർഡിൽ. ആ സ്റ്റാൻഡേർഡിൽ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നമുക്ക് കർത്താവ് ചെയ്യാൻ തന്നിരിക്കുന്ന കഴിവ്, നമ്മളിലായിരിക്കുന്ന സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്തോത്രം, ക്രിസ്തുവിനെ പോലെ തന്നെ ദൈവത്തോട് നമുക്ക് ഇടപെടാം. എങ്ങനെ? When dealing with God, you can be in the standard of Christ. ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡിൽ നമുക്ക് ആരോട് ഇടപെടാം? ക്രിസ്തു എങ്ങനെ പിതാവിൻ്റെ സന്നിധിയിൽ ചെന്നോ അങ്ങനെ തന്നെ എന്ത് ചെയ്യാം? നിങ്ങൾക്കും എനിക്കും ചെല്ലാം. അതെന്ന് അടുത്ത തവണ പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും ദയവായി വാകത്താനത്തെ തോമാച്ചൻ പ്രാർത്ഥിക്കാതെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ആ ലാസറിൻ്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട്, എൻ്റെ പിതാവേ, എൻ്റെ പ്രാർത്ഥന നീ എപ്പോഴും കേൾക്കുന്നല്ലോ, അതെനിക്കറിയാം എന്ന് പറഞ്ഞ പുത്രത്വത്തിൻ്റെ ആത്മാവ്
എനിക്കത് ഇതിൽ കൂടുതൽ പറഞ്ഞു തരാൻ അറിയില്ല. റോമാലേഖനം 8-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വാക്യം നമുക്കെല്ലാം വളരെ വളരെ പരിചിതമായ വേദഭാഗമാണ്. നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് ക്രിസ്തുവിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താണോ ക്രിസ്തുവിനകത്ത് എങ്ങനെ മകനാന്ന് തോന്നിയോ അതേ തോന്നലുളവാക്കുന്നൊരാത്മാവ്. വായിക്കാം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല. ഒരു ദാസൻ ഒരു യജമാനനോട് പ്രാർത്ഥിക്കുന്ന നിലയിലില്ല. പഴയ നിയമത്തിലുള്ളവർ അങ്ങനെ ആയിരുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്മാരുടെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിമാരുടെ കയ്യിലേക്ക് നോക്കുന്ന പോലെ അവർ നോക്കിയത്. മോശയെക്കുറിച്ച് പറയുമ്പോൾ റോമാലേഖനം പറയുന്നു, എബ്രായ ലേഖനം 3 പറയുന്നു, മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ ഭൃത്യനായിരുന്നു, ക്രിസ്തുവോ ആ വീട്ടിലെ മകനായിരുന്നു. എന്നിട്ട് പറയണ അനേകം മക്കളായ നമ്മളെയും തേജസ്സിലേക്ക് നടത്തുവാനാണ് ആ മകൻ ഇവിടെ വന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കും. യേശു യോഹന്നാൻ 15 പറഞ്ഞു, യജമാനൻ ചെയ്യുന്ന എന്തെന്ന് ദാസൻ അറിയായകൊണ്ട് ഞാൻ ഇനി നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല. യോഹന്നാൻ 15:15 എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻ്റെ സ്നേഹിതന്മാരെന്നത്രേ വിളിക്കുന്നത്. പക്ഷെ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം, ഉയർപ്പിലൂടെയാണല്ലോ നമുക്ക് പുത്രത്വം തന്നത്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആ ഉയർത്തെഴുന്നേറ്റ ശേഷം മറിയോട് പറയാണ്, നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്ക ചെല്ലും, എൻ്റെ അനിയന്മാരോട് പോയി പറയണം, ഞാൻ നമ്മുടെ പപ്പായുടെ വീട്ടിൽ അടുത്തോട്ട് പോവാണേ, സ്തോത്രം, എൻ്റെ അനിയന്മാരോട് എന്നെ പറയണം, ഞാൻ അങ്ങോട്ട് പോവാണ്, നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ, നിങ്ങളുടെ ദൈവവും എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ പോകുകയാണ്, നമ്മളെ ഒരേ സ്റ്റാൻഡേർഡിലാക്കുവാൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറഞ്ഞത്, അതുകൊണ്ട് അവൻ അവരെ തൻ്റെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് 3 മക്കളുണ്ട്. 3 മക്കൾക്കും എന്നെ വിളിക്കുമ്പോൾ പപ്പ എന്ന് വിളിക്കുമ്പോൾ ഒരാൾ അല്പം അതിനകത്തൊരു കൂടിയ മോനും വേറൊരാൾ കുറഞ്ഞ മോനുമല്ല. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, ക്രിസ്തുവിന് ഏത് പുത്രത്വമാണോ ഉള്ളത് അത് തന്നെയാണ് നിനക്കും തന്നത്. ഇതൊന്ന് നമുക്കൊന്ന് ബോധ്യപ്പെടുവാൻ ദൈവം എങ്ങനെ, അതാണ് കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക്, അത് വലിയൊരു പദവി. അടുത്ത വാക്ക്, അങ്ങനെ തന്നെ നാം ആകുന്നു. വിശ്വാസിയുടെ അകത്ത് ഇതുവരെ അത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ 4 പറയണ, അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവൻ അല്ല. ആ ദാസ്യ മനോഭാവം വീണ്ടും വിശ്വാസിയിൽ കയറിയിരിക്കുകയാണ്. ഇന്നു മുതൽ പ്രാർത്ഥിക്കുമ്പോൾ, അയ്യോ കർത്താവേ എൻ്റെ കാര്യം കണ്ടില്ലേ, നോ, നീ വീട്ടിലെ മകനാണ്, നീ അവകാശിയാണ്, നീ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാണ്, നീ ക്രിസ്തുവിന്റെ ആത്മാവിലാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പച്ച, അപ്പ, പിതാവേ എന്ന് യേശു വിളിക്കുന്ന പോലെ വിളിക്കുവാൻ നിനക്കും എനിക്കും ഭാഗ്യം തന്നതിനായി കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആ ക്രിസ്തുവിൻ്റെ അതേ സ്റ്റാൻഡേർഡിൽ സ്നേഹിക്കുവാൻ, അതേ സ്റ്റാൻഡേർഡിൽ ക്ഷമിക്കുവാൻ, അതേ സ്റ്റാൻഡേർഡിൽ നമ്മളെ കണ്ടിരിക്കുന്നു. നമുക്കതിന് കഴിവില്ല, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ട വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി ഓരോ നിലയിലും അങ്ങേപ്പോലെ ആക്കി മാറ്റുന്നതിനായി സ്തോത്രം. ക്രിസ്തുവിൻ്റെ അതേ സ്റ്റാൻഡേർഡിൽ നടക്കുവാൻ അത്രയുമാണല്ലോ ഞങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രതീക്ഷ. പക്ഷേ കർത്താവേ, ഞങ്ങൾക്കതിനുള്ള കഴിവില്ല. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ അതിന് സഹായിക്കണമേ. അപ്പോൾ തന്നെ കർത്താവ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഒരു സൗഖ്യത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ കർത്താവ് കൊടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ രോഗികൾ, നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ള ഭാഗത്തൊരു കൈവച്ച് ഒരു കരം വിശ്വാസത്തോടെ സ്ക്രീനിലേക്ക് നീട്ടി പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അപ്പോൾ തന്നെ കർത്താവെ, കടഭാരങ്ങൾ, മറ്റു പല പ്രതിസന്ധികൾ, വിദ്യാഭ്യാസത്തിൽ കർഷകർ, ബിസിനസ്സുകാരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അവരുടെ ഏത് പ്രതിസന്ധിയാണ് കർത്താവിൻ്റെ കരം നീട്ടി വിടുവിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ലോകത്തിൽ ജയകരമായ ജീവിതം മാത്രമല്ല, പാപമോചനമുണ്ട്, നിത്യജീവനുണ്ട്. യേശു വേഗം വരുന്നു. ആ നിത്യതയ്ക്കായിട്ട് ഒരുങ്ങാം. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് നിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ.